പാവപ്പെട്ട കർഷക തൊഴിലാളിയായിട്ടുള്ള വേലിക്കകത്ത് ശങ്കരൻ്റെയും തങ്കമ്മയുടെയും മകനായി ജനിച്ച അച്യുതാനന്ദൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4-ാമത്തെ വയസ്സിൽ വസൂരി വന്നുകൊണ്ട് അമ്മ മരണപ്പെടുകയും പിന്നീട് 7-ാം ക്ലാസ് വരെയായിരുന്നു അച്യുതാനന്ദൻ വിദ്യ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നത്. 4-ാം ക്ലാസ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ സ്കൂളിൽ 5-ാം ക്ലാസ് തൊട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം പോയി. ഇവിടെ പറഞ്ഞതുപോലെ ഇരുണ്ട കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. ജാതിയുടെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള തൊട്ടുകൂടായ്മയുടെയും തീണ്ടുകൂടായ്മയുടെയും ആ കാലഘട്ടത്തിൽ വി.എസ്. അച്യുതാനന്ദനും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് തൻ്റെ 5-ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം കടന്നുപോയത്. അദ്ദേഹം സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഉന്നതകുലരായിട്ടുള്ള സമൂഹത്തിലെ ആളുകളുടെ മക്കൾ അവർ താഴെയുള്ള ഗണത്തിൽപ്പെടുന്ന ജാതിയുടെ ഭാഗമായി വരുന്ന കുട്ടികളോട് തൂക്കി വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്നും പുറത്താക്കുന്ന സമീപനം, ചിലപ്പോഴൊക്കെ ആക്രമിക്കുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അച്യുതാനന്ദൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഊക്കി വിളിക്കുന്നു, സ്കൂളിലേക്ക് വരേണ്ടതില്ല എന്നാണ് പറയുന്നത്. അച്യുതാനന്ദൻ്റെ അച്ഛൻ ആ കാലത്ത് വേലിക്കകത്ത് ശങ്കരൻ, അദ്ദേഹം ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ പ്രസിഡന്റും അവിടെയുള്ള ഒരു അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റും കൂടിയായിരുന്നു. അത്യാവശ്യം സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുമായിരുന്നു. അദ്ദേഹം തൻ്റെ മകനെ ഉണ്ടാക്കി കൊടുത്തത് ഒരു അരഞ്ഞാണമായിരുന്നു. ഇനിയും നിനക്കെതിരെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് പ്രതിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന മകന് തീർത്തു കൊടുത്തിട്ടുള്ള സൈക്കിൾ ചെയിൻ പോലെയുള്ള ഒരു അരഞ്ഞാണത്തിൽ തൊട്ടുകൊണ്ടായിരുന്നു, പ്രതിരോധിച്ചുകൊണ്ടായിരുന്നു അച്യുതാനന്ദൻ വിപ്ലവ പോരാട്ട വീര്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ സമര നൂറ്റാണ്ട് എന്ന പുസ്തകത്തിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അച്യുതാനന്ദൻ വളർന്നു വന്ന സാഹചര്യം 11-ാം വയസ്സോടുകൂടി അച്ഛനും കൂടി മരണപ്പെടുന്നു. അമ്മയും അച്ഛനുമില്ല. അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ, തങ്കമണി എന്ന സഹോദരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു. 7-ാം ക്ലാസ്സിൽ വെച്ച് വിദ്യാഭ്യാസം നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. പിന്നീട് സഹോദരിയുടെ മകൻ്റെ കൂടെ അവിടെയുള്ള ജൗളിക്കട എന്ന് പറഞ്ഞാൽ അക്കാലത്ത് തയ്യൽ തുണി